നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇലക്ട്രീഷ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട മോഡ്യൂൾ നമുക്ക് തുടരാം. എന്റെ പേര് അനു. ഞാൻ നിമിക്ക് വേണ്ടി 3 ഫേസ് ട്രാൻസ്ഫോമർ ST-LT എന്നിവയുടെ ടെർമിനലുകളും അനുബന്ധ ഉപകരണങ്ങളും പരിശോധിക്കുക എന്ന ഈ പരിശീലന പാഠത്തിലൂടെ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പോവുകയാണ്. ഒരു ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ ഒരു ട്രാൻസ്ഫോമർ പ്ലേറ്റിൽ എഴുതിയിരിക്കുന്ന വിശദാംശങ്ങൾ വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും അതിന്റെ ആക്സസറികൾ തിരിച്ചറിയാനും നമുക്ക് കഴിയേണ്ടത് അത്യാവശ്യമാണ്. ഈ പരിശീലന പാഠത്തിൽ ഞങ്ങൾ ഇതെല്ലാം വിശദീകരിക്കും. ഈ പരിശീലന പാഠം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ചുവടെ പറയുന്നവ ചെയ്യാൻ കഴിയും. 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക. ST-LT വൈൻഡിങ്ങിന്റെ ടെർമിനലുകൾ പരിശോധിക്കുക. 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ ആക്സസറികൾ തിരിച്ചറിയുക. ശരിയായ വസ്ത്രം, കണ്ണടകൾ, കയ്യുറകൾ, ബൂട്ടുകൾ എന്നിവ ധരിച്ച് സുരക്ഷ ഉറപ്പാക്കുക. ഡി സ്പാനർ സെറ്റ് 5 mm മുതൽ 20 mm വരെ, ഇൻസുലേറ്റഡ് കട്ടിംഗ് പ്ലെയർ 200 mm, സ്ക്രൂ ഡ്രൈവർ 200 mm, വോൾട്ട് മീറ്റർ 0 to 500 വോൾട്ട്, മൾട്ടിമീറ്റർ. ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഇവയെല്ലാമാണ്. 3 ഫേസ് ട്രാൻസ്ഫോമർ 415 240 വോൾട്ട് 3 kVA. 3 ഘടകം ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻപുട്ട് 415 ഔട്ട്പുട്ട് 0 to 500 വോൾട്ട് 3 kVA. ആവശ്യമായ മറ്റ് സാമഗ്രികൾ ഇവയാണ്: ടെസ്ലാം 40 വാട്ട്സ് 230 വോൾട്ട് 2 എണ്ണം. ആവശ്യാനുസരണം കണക്റ്റിംഗ് ലീഡുകൾ. 3 ഫേസ് ട്രാൻസ്ഫോമർ 3 ഫേസ് വിതരണത്തിൽ പ്രവർത്തിക്കുന്നു. കൂടാതെ പ്രൈമറി, സെക്കൻഡറി വൈൻഡിങ്ങുകൾക്ക് 3 സെറ്റ് വൈൻഡിങ്ങുകൾ ഉണ്ട്. 3 ഫേസുകളുടെയും പ്രൈമറിയും സെക്കൻഡറിയുമായ വൈൻഡിംഗ് ഒരു 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ഒരു കോറിൽ സ്ഥാപിക്കാവുന്നതാണ്. സാധാരണയായി ഒരു വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് വൈൻഡിങ്ങുകളെ LT സൈഡ് എന്നും ഉയർന്ന വോൾട്ടേജ് ഓപ്പറേറ്റിംഗ് വൈൻഡിങ്ങുകളെ 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ST സൈഡ് എന്നും വിളിക്കുന്നു. സാധാരണയായി ലോ വോൾട്ടേജ് വൈൻഡിങ്ങുകൾ കാമ്പിനോട് ചേർന്ന് സ്ഥാപിക്കുകയും ഉയർന്ന വോൾട്ടേജ് വൈൻഡിങ്ങുകൾ ലോ വോൾട്ടേജ് വൈൻഡിങ്ങുകൾക്ക് മുകളിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ടെർമിനലുകൾ പരിശോധിക്കാം. ഒന്നാമതായി പട്ടികയിൽ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ രേഖപ്പെടുത്തുക. ട്രാൻസ്ഫോമറിൻ്റെ KVA റേറ്റിംഗ്, വോൾട്ടേജ് LT/ST സൈഡിൻ്റെ നിലവിലെ റേറ്റിംഗുകളും ഫ്രീക്വൻസിയും ടൈപ്പ് ഓഫ് കൂളിംഗും. ഒരു 3 ഫേസ് ട്രാൻസ്ഫോമറിൽ ഞങ്ങൾക്ക് 6 ടെർമിനലുകളും LT ടെർമിനൽ സൈഡിന് 3 ടെർമിനലുകളും ST സൈഡിന് 3 ടെർമിനലുകളും ഉണ്ടാകും. ഒന്നാമതായി നമ്മൾ വൈൻഡിംഗ് ഗ്രൂപ്പിനെ വേർതിരിച്ചറിയണം. അതിനാൽ വൈൻഡിംഗ് ടെർമിനലുകൾക്കിടയിൽ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്താം. ടെർമിനലുകളുടെ 2 ഗ്രൂപ്പുകളെ കണ്ടെത്താൻ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്തുക. നമുക്ക് ടെർമിനലുകളെ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ അനുമാനിക്കാം. ടെർമിനൽ 1-ൽ പ്രോബ് 1 സ്ഥാപിക്കുക. മറ്റേ പ്രോബ് 2 ടെർമിനൽ 2, 3, 4, 5, 6 എന്നിവയിൽ ഓരോന്നായി സ്ഥാപിക്കുക. പട്ടികയിൽ അവസ്ഥ രേഖപ്പെടുത്തുക. അടുത്തതായി ആദ്യ പ്രോബ് 1 ടെർമിനൽ 2-ലും പ്രോബ് 2, 3, 4, 5, 6-ലും സ്ഥാപിക്കുക. അവസ്ഥകൾ രേഖപ്പെടുത്തുക. അതുപോലെ ട്രാൻസ്ഫോമറിൻ്റെ എല്ലാ ടെർമിനലുകൾക്കുമിടയിലുള്ള തുടർച്ച പരിശോധിക്കുക. ഇപ്പോൾ നമുക്ക് തങ്ങൾക്കിടയിൽ തുടർച്ചയായുള്ള 3 ടെർമിനലുകളുടെ 2 സെറ്റ് ഉള്ളതായി കാണാൻ കഴിയും. ഗ്രൂപ്പ് 1 പ്രൈമറി വൈൻഡിങ്ങും ഗ്രൂപ്പ് 2 സെക്കൻഡറി വൈൻഡിങ്ങുമായി അവയെ അടയാളപ്പെടുത്തുക. അടുത്തതായി ഏതാണ് LT സൈഡെന്നും ഏതാണ് ST സൈഡെന്നും നമ്മൾ തിരിച്ചറിയണം. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കണക്ഷൻ ഉണ്ടാക്കുക. ഒരു 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഗ്രൂപ്പ് 1 എന്ന് പറയുന്ന വൈൻഡിങ്ങുകളുടെ ഏതെങ്കിലും ഒരു വശത്തെ ഗ്രൂപ്പിലേക്ക് 3 ഫേസ് AC പ്രയോഗിക്കുക. ഗ്രൂപ്പ് 1 വൈൻഡിങ്ങിലേക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ സപ്ലൈ 30V വ്യത്യാസപ്പെടുത്തുക. മറ്റു ഗ്രൂപ്പുകളുടെ വൈൻഡിങ്ങുകളുടെ ഏതെങ്കിലും 2 ടെർമിനലുകൾ തമ്മിലുള്ള വോൾട്ടേജ് അളക്കുക. അളന്ന വോൾട്ടേജ് പ്രയോഗിച്ച വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ ഗ്രൂപ്പ് 1 സൈഡ് വൈൻഡിങ്ങുകളിൽ LT സൈഡും ഗ്രൂപ്പ് 2 സൈഡ് വൈൻഡിങ്ങുകൾ ST സൈഡുമാണ്. അളന്ന വോൾട്ടേജ് പ്രയോഗിച്ച വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ ഗ്രൂപ്പ് 1 സൈഡ് വൈൻഡിങ്ങുകൾ ST സൈഡും ഗ്രൂപ്പ് 2 സൈഡ് വൈൻഡിങ്ങുകൾ LT സൈഡുമാണ്. ST-LT ടെർമിനലുകൾ തിരിച്ചറിയുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുക.
അടുത്തതായി ഒരു 100 kVA 3-ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ആക്സസറികൾ തിരിച്ചറിയുകയും കുറിച്ചെടുക്കുകയും ചെയ്യാം. ട്രാൻസ്ഫോമർ ടാങ്ക്, SV ആൻഡ് LV ബുഷിംഗ്, ബുഷ് ഹോൾസ് റിലേ, കൺസർവേറ്റർ ടാങ്ക്, ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ, ബ്രീത്തർ, ഓയിൽ ഗേജ് ഉപയോഗിച്ചുള്ള എക്സ്പ്ലോഷൻ വെൻറ്റ്, കൂളിംഗ് പൈപ്പുകൾ, എർത്തിംഗ് ടെർമിനലുകൾ. ട്രാൻസ്ഫോമറിൻ്റെ കോറും വൈൻഡിങ്ങുകളും ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പിടിക്കാനും സംരക്ഷിക്കാനുമാണ് ട്രാൻസ്ഫോമർ ടാങ്കുകൾ ഉപയോഗിക്കുന്നത്. മറ്റെല്ലാ ട്രാൻസ്ഫോമർ ആക്സസറികൾക്കും ഇത് സപ്പോർട്ട് നൽകുന്നു. ടാങ്കിൽ ട്രാൻസ്ഫോമർ ഓയിൽ നിറച്ചിരിക്കുന്നു. ഇൻകമിംഗ് ഔട്ട്ഗോയിങ് കേബിളുകൾ ബന്ധിപ്പിക്കുന്നതിന് ട്രാൻസ്ഫോമറുകളിൽ ടെർമിനലുകൾ ഉപയോഗിക്കുന്നു. അവ ബുഷിങ്ങുകളിൽ ഘടിപ്പിച്ച് വൈൻഡിംഗ് എൻഡുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ടെർമിനലുകൾക്കും ടാങ്കിനും ഇടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുന്ന ഇൻസുലേറ്ററുകളാണ് ബുഷിങ്ങുകൾ. കണ്ടക്ടറുകളുടെ കണക്റ്റിംഗ് ടെർമിനലുകളുടെ വൈൻഡിങ്ങുകളിലേക്കുള്ള ഒരു സുരക്ഷിത പാതയാണ് അവ. പോർസലൈൻ അല്ലെങ്കിൽ എപ്പോക്സി റെസിനുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. 500 kVAയിൽ കൂടുതൽ റേറ്റ് ചെയ്ത ഓയിൽ ഇംപ്രിഗ്നേറ്റഡ് ട്രാൻസ്ഫോമറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷാ ഉപകരണങ്ങളിലൊന്ന് ബുഷ് ഹോൾസ് റിലേ. അത് ഇന്റേൺ തകരാറുകൾ, ഷോർട്ട് സർക്യൂട്ട് തകരാറുകൾ മുതലായവ ഓയിൽ ഇംപ്രിഗ്നേറ്റഡ് ഭാഗങ്ങളിൽ സംഭവിക്കുന്ന തകരാറുകൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ആക്ച്വേറ്റഡ് റിലേയാണ്. അത് പ്രധാന ടാങ്കിലും കൺസർവേറ്റൻ ടാങ്കിനും ഇടയിലാണ് ഉള്ളത്. ചെറിയ തകരാറുകളുണ്ടെങ്കിൽ വാതക രൂപീകരണം മന്ദഗതിയിലാവുകയും ബുഷ് ഹോൾസ് കണ്ടെയ്നറിൻ്റെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടുകയും ചെയ്യും. അത് അതിൽ എണ്ണ നില കുറയുകയും അലാറം സർക്യൂട്ട് പ്രവർത്തിക്കുന്നതിന് മുകളിലെ ഫ്ലോട്ട് സ്വിച്ച് സജീവമാക്കുകയും ചെയ്യുന്നു. വലിയ തകരാർ സംഭവിക്കുമ്പോൾ എണ്ണയുടെ വിഘടനം വഴി വലിയ അളവിലുള്ള വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് എണ്ണയുടെ അളവ് ഇനിയും കുറയുകയും ട്രിപ്പ് സർക്യൂട്ട് പ്രവർത്തിപ്പിക്കുന്നതിന് താഴ്ന്ന ഫ്ലോട്ട് സ്വിച്ച് സജീവമാക്കുകയും ചെയ്യുന്നു. ഇത് ട്രാൻസ്ഫോമറിനെ മെയിൻ സപ്ലൈയിൽ നിന്നും പൂർണ്ണമായും വിച്ഛേദിക്കും. ഓയിൽ കൺസർവേറ്റർ ടാങ്ക് ട്രാൻസ്ഫോമറുകൾക്ക് മുകളിൽ ഘടിപ്പിച്ച ഒരു ചെറിയ പൈപ്പ് ഉപയോഗിച്ച് പ്രധാന ടാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ സിലിണ്ടർ ടാങ്കാണ്. ട്രാൻസ്ഫോമർ ലോഡിലെ മാറ്റം കാരണം ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ അളവും വ്യത്യാസപ്പെടുന്നു. കൺസർവേറ്റർ ടാങ്ക് എണ്ണയുടെ താപനിലയിലെ മാറ്റവുമായി ബന്ധപ്പെട്ട് എണ്ണയുടെ അളവിലെ മാറ്റത്തിനൊപ്പം എണ്ണ വികസിക്കാനും ചുരുങ്ങാനും മതിയായ ഇടം നൽകുന്നു. ഒരു പവർ ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കിലെ എണ്ണയുടെ അളവ് നിരീക്ഷിക്കാൻ കൺസർവേറ്റർ ടാങ്കിൽ ഒരു ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഘടിപ്പിച്ചിരിക്കുന്നു. ഇത് കുറഞ്ഞ എണ്ണ നിലകളിൽ ഒരു മുന്നറിയിപ്പ് സിഗ്നൽ നൽകുന്നു. ബ്രീത്തർ ഒരു പൈപ്പിലൂടെ കൺസർവേറ്റർ ടാങ്കിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നതും ട്രാൻസ്ഫോമറിലേക്ക് വായു പ്രവേശിക്കുന്നതിനുള്ള ഒരു ഫിൽറ്ററായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ സിലിണ്ടർ രൂപത്തിലുള്ള ഒരു സംഭരണിയാണ്. ബ്രീത്തർ സിലിക്ക ജെൽ കൊണ്ട് നിറച്ചിരിക്കുന്നു. അത് അതിലൂടെ കടന്നുപോകുന്ന വായുവിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്യുന്നു. അതിനാൽ ഈർപ്പമില്ലാത്ത വായു മാത്രമേ ടാങ്കിലേക്ക് പ്രവേശിക്കൂ. സിലിക്ക ജെൽ ഉണങ്ങുമ്പോൾ നീല നിറവും ഈർപ്പമാകുമ്പോൾ പിങ്ക് നിറവുമാണ്. പ്രഷർ റിലീസ് ഉപകരണമായി ട്രാൻസ്ഫോമറിന്റെ മുകൾ വശത്താണ് എക്സ്പ്ലോഷൻ വെന്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. എക്സ്പ്ലോഷൻ പൈപ്പിന്റെ അവസാന വശം നേർത്ത ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച് മുറുക്കി അടച്ചിരിക്കുന്നു. ട്രാൻസ്ഫോമറിന്റെ മുഴുവൻ സ്ഫോടനം ഒഴിവാക്കുന്നതിനായി ട്രാൻസ്ഫോമറിൽ അമിതമായ മർദ്ദം സൃഷ്ടിക്കുന്നതിന് നേർത്ത ഷീറ്റ് പൊട്ടിത്തെറിക്കുന്നു. ട്രാൻസ്ഫോമറിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം ആ എണ്ണയുടെ താപനില കുറയ്ക്കാൻ അന്തരീക്ഷത്തിലേക്ക് വികിരണം ചെയ്യണം. ഉയർന്ന താപനിലയിലുള്ള ഈ എണ്ണ കൂളിംഗ് ട്യൂബിലൂടെ പ്രചരിക്കുകയും പ്രകൃതിദത്തമായ വായു പ്രവാഹമായി ഉപരിതല സമ്പർക്കത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് താപം വിതരണം ചെയ്യുകയും ട്രാൻസ്ഫോമർ ഓയിൽ തണുപ്പിക്കുകയും ചെയ്യുന്നു. ട്രാൻസ്ഫോമർ ബോഡി എർത്തിംഗ് ടെർമിനൽ ഒരു ഇൻസുലേറ്റഡ് കോപ്പർ എർത്തിംഗ് കണ്ടക്ടർ വഴി പ്രധാന എർത്തിംഗ് ബാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പവർ ട്രാൻസ്ഫോമറിനുള്ള എർത്തിംഗ് സിസ്റ്റത്തിൻ്റെ വ്യക്തിഗതവും സാധാരണവുമായ പ്രവർത്തനത്തിൻ്റെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഇത് 3-ഫേസ് ട്രാൻസ്ഫോമർ, ST, LT എന്നിവയുടെ ടെർമിനലുകളും ആക്സസറികളും പരിശോധിക്കുന്നതിനുള്ള പരിശീലന പാഠം അവസാനിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പരിശീലന പാഠത്തിൽ നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു എന്നാണ്. 3-ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക. ST, LT വൈൻഡിങ്ങിൻ്റെ ടെർമിനലുകൾ പരിശോധിക്കുക. 3-ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ ആക്സസറികൾ തിരിച്ചറിയുക. കണ്ടതിന് നന്ദി. എല്ലാവരെയും അടുത്ത പരിശീലന പാഠത്തിൽ കാണാം.